ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു പെപ്പർ ഹട്ട്. ഇന്ന് ഒരു റമദാൻ സ്പെഷ്യൽ സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഇഫ്താർ പാർട്ടികളിലൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ കേക്ക് ഉണ്ടാക്കാനായി 6 മുട്ട, 1/2 കപ്പ് പാല്, 1/4 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മധുരം നോക്കിയിട്ട് കുറവാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചും കൂടെ കൂട്ടി കൊടുക്കുക. അതുപോലെ തന്നെ പാലിൻ്റെ അളവ് കുറച്ചിട്ട് അതിന് പകരം മുട്ടയുടെ അളവ് കൂട്ടി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ പഞ്ചസാര അതിൽ നന്നായിട്ട് അലിയുന്ന വരെ പാലും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, എന്നിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു സോസ് പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്യുക. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ആദ്യം തന്നെ ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവില്ല തേങ്ങ. ഈ ഒരു കേക്കിന് തേങ്ങ കുറച്ച് കുഴഞ്ഞിരിക്കുന്നതാവും കുറച്ചും കൂടെ നന്നാവുക. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒന്ന് കളറ് മാറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ തേങ്ങ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കറോ അല്ലെങ്കിൽ ഒരു സോസ് പാനോ എടുത്ത് ഒന്ന് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് എടുക്കുമ്പോൾ അതിൻ്റെ ബ്രൗൺ കളറിലുള്ള അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടി ഒരു വലിയൊരു പാക്ക് ബ്രെഡിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. സോസ് പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവിൽ മാറ്റം വരും. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ടിലൊന്ന് മുക്കി പാനിൽ നിരത്തി വെച്ച് സെറ്റ് ചെയ്യുക. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അടുപ്പിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യുമ്പോൾ മുറിഞ്ഞു പോരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഹോൾസ് വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ സൈഡിലും മുട്ടയുടെ കൂട്ട് ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ബ്രെഡ് നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മുട്ടയുടെ കൂട്ടിലൊന്ന് മുക്കി സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ കൂട്ട് ഇതുപോലെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ ബ്രെഡ് മുട്ടയുടെ കൂട്ടിൽ മുക്കി ഇതിൻ്റെ മുകളിൽ കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഫുൾ കവർ ചെയ്ത ശേഷം ബാക്കി വരുന്ന കൂട്ട് സൈഡിലും മുകളിലും കൂടെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. മുട്ടയുടെ കൂട്ട് കുറച്ച് കുറവായപ്പോൾ ഞാൻ 1 മുട്ട കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 15 മിനിറ്റ് താഴെ അലുമിനിയത്തിൻ്റെ ഒരു തട്ട് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. വെന്തണോന്നറിയാനും വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. ആ സമയത്ത് അതിൽ പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ അത് വെന്തണെന്ന് അർത്ഥം. വെന്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു പാൻ വെച്ച് അത് മറിച്ചിട്ട് കൊടുക്കുക. ശേഷം 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താലേ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ മുടങ്ങാതെ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ മുടങ്ങാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.